അപ്പോൾ മാഷാ അല്ലാഹ് നമ്മുടെ കരിമ്പിലി കൊച്ചിയിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ആകെ മഴയും ചളിയൊക്കെ കൊണ്ട് കോലങ്ങ് മാറി. ഷോറൂം കണ്ട കോലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു യൂസ്ഡ് വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ സർവീസ് ചെയ്യണം. ഓയിൽ, ഫിൽറ്റർ, ബ്രേക്ക് പാഡ് തുടങ്ങിയ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാനും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നേരെ ഷോറൂമിൽ കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് കൈരളി ഫോർഡ് മലപ്പുറത്തുള്ള ഷോറൂമിൽ ഞാൻ ഓൾറെഡി ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ സർവീസിന് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ എടുത്ത പാടത്തിന് ഒരു സർവീസ് കാര്യങ്ങൾ പ്രോപ്പർലി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 10,000 കിലോമീറ്റർ വരെ നമുക്ക് അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളൊരു വാഹനം എടുക്കുന്ന സമയത്ത്, ഒരു യൂസർ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ വാഹനം എടുത്ത ഉടനെ തന്നെ ഒരു സർവീസ് സെന്ററിൽ പോകുക. അതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് വർക്കുകൾ പെൻഡിങ്ങൾ, എന്തായാലും യൂസർ വാഹനം ആകുമ്പോൾ ചില്ലറ വർക്കുകൾ ഉണ്ടാവും. പിന്നെ ഇത് ലോ കിലോമീറ്റർ വാഹനം ആയതുകൊണ്ട് അങ്ങനെ ഹെവി വർക്ക് വരാൻ ചാൻസ് ഇല്ല. എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ചെക്ക് ചെയ്തിട്ട് ബ്രേക്ക് പാഡിൻ്റെ പൊസിഷനും ബ്രേക്ക് പാഡൊക്കെ എത്രത്തോളം ഈ കിലോമീറ്റർ ഓടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഷോറൂമിലേക്ക് പോവാണ്. മാത്രമല്ല ഒരുപാട് മോഡിഫിക്കേഷൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് വരുത്താനുണ്ട്. ഞാൻ PPF ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വാഹനം ഓൾറെഡി PPF കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ പോലെ സെറാമിക് കോട്ടിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അപ്പോൾ അത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രില്ല് കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ ന്യൂ മോഡൽ പിന്നെ ഫോർഡ് എന്നുള്ള ഒരു വലിയൊരു ഗ്രില്ലിലേക്കൊക്കെ മാറും. അങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ ഈ സിൽവർ പോർഷനൊക്കെ മാറ്റിയതിന് ശേഷം ബ്ലാക്കിലേക്ക് മാറ്റാനും അങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഒരു കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ലെജൻഡറും എൻഡവർ യൂസ് ചെയ്തിട്ട് എന്താണ് ഡിഫറൻറ്റ് എന്നുള്ളത് അഭിപ്രായം പറയുന്നത്. മക്കളെ ഇതൊരു വേറെ വൈബ് തന്നെയാണ്. കാരണം ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ലെജൻഡറായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അത്രയ്ക്ക് ഡിഫറൻറ്റ്, എസ്പെഷ്യലി ഫീച്ചേഴ്സ് ആണെങ്കിലും എസ്പെഷ്യലി ഓഫ് റോഡ് മൂഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ് ഈ ഒരു വാഹനം ഓടിക്കണം. കാരണം ഇപ്പോൾ ഞാൻ കൊച്ചി ടു മലപ്പുറം മാത്രമേ ഈ ഒരു വാഹനം ഓടിച്ചുള്ളൂ. അതിൽ തന്നെ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഫോർഡിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫീച്ചറും ഇത്രയും സ്പെക്കും ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ കംഫർട്ടും ഈ ഒരു വാഹനം റൈഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഇത് മുമ്പേ അറിഞ്ഞതെങ്കിൽ ഞാൻ മേ ബി ലെജൻഡറിന് മുമ്പ് ഈ ഒരു വാഹനം തന്നെ ചൂസ് ചെയ്യുമായിരുന്നു. കാരണം ഇന്റീരിയർ വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സംഭവം വലിയൊരു കാണാനൊരു ഒരു പ്രീമിയം ഫീലോ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലും ബാക്കി വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പാർക്കിംഗ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പിന്നെ മൂഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓട്ടോ പാർക്കിംഗ് സംഭവം അത് നമുക്ക് ഈവൻ ഈ ബെൻസിലോ, കാരണം നമ്മൾ ഓട്ടോ പാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ പാർക്ക് ചെയ്ത് കിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടോ പാർക്കിംഗ് ഇട്ടിട്ട് വാഹനം കൊണ്ടുപോയിട്ട് നേരെ റോഡിനെ അങ്ങ് വിലങ്ങടിച്ചിട്ട് ക്രോസ് ആക്കി തന്നു ഈ മുതൽ GLS മുതൽ. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഏതൊരു സൈഡിലാണെങ്കിലും ഇത് കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം സർവീസ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പോകാം. എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ട വർക്കുകൾ, ഷോറൂമിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. നേരെ ഷോറൂമിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഷോറൂമിൽ വാഹനം സർവീസിന് ഇട്ടു. ഇദ്ദേഹമാണ് ഫോണിൻ്റെ മാനേജർ. അത് ഞാൻ മലപ്പുറം പനങ്ങാങ്ങര ഷോറൂമിൻ്റെ മാനേജർ, സർവീസ് മാനേജർ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ, വാഹനം പിന്നെ ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ അണ്ടർബോഡി കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ ഒരു സർവീസ് സെൻറ്റർ പോയി കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതിനപ്പുറത്തേക്കുള്ള സംഗതികളെല്ലാം അത് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഫോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിന് ആർക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഫോർഡ് പനങ്ങാങ്ങരയുള്ള കൈരളി ഫോർഡായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് വൈകുന്നേരത്ത് കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും. ഫുൾ എല്ലാ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്ത് പക്കെ. ആ ഒരു അണ്ടർബോഡിന് ചെറിയ ഒരു നോയ്സ് മാത്രമേ നമ്മുടെ വാഹനത്തിൻ്റെ പ്രശ്നമുള്ളൂ. കാരണം കിലോമീറ്റർ കുറഞ്ഞ വാഹനമായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നോർമൽ സർവീസ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കിട്ടും. അപ്പോൾ ബാക്കി അപ്ഡേഷൻസ് സർവീസ് കിട്ടിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.